ചർച്ച ചെയ്യുന്നത് ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, സ്വാഭാവികമായും താങ്കളിൽ നിന്ന് ഒരു ഇടതുപക്ഷ പ്രവർത്തകർ എന്ന നിലയ്ക്ക് അത്തരമൊരു മറുപടി വേറെ പ്രേക്ഷകരടക്കം പ്രതീക്ഷിക്കുന്നു. അത്തരം ചോദ്യങ്ങളടക്കം ആളുകൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നടക്കം പറയുന്നു. ഈ വർഗീയ പാർട്ടികളുടെ പിന്തുണ വേണ്ട എന്നൊക്കെ വിശാലാർത്ഥത്തിൽ പറയുന്നതിന് പകരം SDP വോട്ട് വേണ്ട എന്ന് പറയാൻ ആവർത്തിച്ച് വാർത്താ സമ്മേളനങ്ങൾ ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. അത് നേമത്ത് SDP ഒരു പിന്തുണ കിട്ടും, വോട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണോ? നമസ്കാരം. നമസ്കാരം. ഈ SDP പിന്തുണ വേണ്ട, BJP പിന്തുണ വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട എന്നൊക്കെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വന്നിങ്ങനെ മരുന്ന് പല ഡോസിൽ കഴിക്കുന്നവരെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറെ നാളുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള EMSന്റെ കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വർഗീയ ശക്തിയുടെ വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട, CPM വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി അത് ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പറയാൻ നടക്കണ്ട. CPM ആയാലും ഇടതുപക്ഷത്തിന്റെ ആയാലും പല നേതാക്കളും ഒരു ചെറിയ സംശയം, IMS അത് പറഞ്ഞതിന് ശേഷമൊക്കെ പാർട്ടി പല ഘട്ടത്തിലും ഇത്തരം പാർട്ടികളുമായിട്ടൊക്കെ ധാരണയുണ്ടാക്കുകയും അവരുമായിട്ടൊക്കെ ചേർന്ന് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്ക്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായിട്ട് ഇടതുപക്ഷത്തിന് സഖ്യമുണ്ട്, CPM സഖ്യമുണ്ട്. ഇത്തരം വർഗീയ എലമെന്റ്സുകളുമായിട്ടൊക്കെ പല ഘട്ടത്തിലും ധാരണ ഉണ്ടാക്കുകയും ചേർന്ന് പോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറയാൻ വന്ന പോയിന്റ് ക്ലിയർ ആക്കട്ടെ, അതിനാണ് ഈ പറയുന്നത്. അതുപോലെ ഇപ്പൊ ഞങ്ങളുടെ മണ്ഡലം, ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം, ഇവിടെ മത്സരിക്കുന്ന ഡോക്ടർ N ജയരാജാണ്, ഇപ്പോഴത്തെ ചീഫ് വിപ്പാണ് മത്സരിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും SDP-ക്കാരന് CPM സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയോ, ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരനെ CPM സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയോ, അവർക്ക് സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെയായിട്ട് കേരള ചരിത്രത്തിൽ നടന്നിട്ടേ ഇല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിങ്ങനെ ആരോപണങ്ങളായിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഈ മാധ്യമക്കാരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എല്ലാ ചാനലിലും വൈകുന്നേരം വലിയ വലിയ നേതാക്കന്മാരും ചർച്ച SDP പിന്തുണയുണ്ടോ, SDP പിന്തുണയുണ്ടോ എന്ന്. അതൊന്നും അല്ലല്ലോ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയം. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയം ഇനി 8-9 ദിവസമുള്ളൂ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്. ചർച്ച ചെയ്യേണ്ട വിഷയം ഓരോ കക്ഷികളുടെയും ഓരോ മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക, അവരുടെ വാഗ്ദാനങ്ങൾ, അതുപോലെ വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നവർ എന്തൊക്കെ നടപ്പിലാക്കി, എന്തൊക്കെ നടപ്പിലാക്കിയില്ല, എന്തൊക്കെ കുറവുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്താണെന്നോ ഒന്നും ആണ് ഒന്നാമതായി രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് എന്തായാലും ഞാൻ കരുതുന്നില്ല. എങ്ങനെയാണ് ഈ പുതിയ കാലത്ത് ഓരോ പാർട്ടികളും വർഗീയ പാർട്ടികളോട്, വർഗീയ ശക്തികളോട് സ്വീകരിക്കുന്ന നിലപാട്, നാട്ടിൽ സമാധാനത്തെ എങ്ങനെ മുന്നോട്ട് പോകണം, അത്തരം ഒരു കാര്യത്തിന് എന്ത് രാഷ്ട്രീയ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വികസനം എന്ന് പറയുന്നത് ചർച്ച ചെയ്യുന്നതൊക്കെ വേറെ കാര്യം. വികസനം നടത്താൻ വേണ്ടിയാണല്ലോ ഇവരെയൊക്കെ ആരെയാലും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അത് മാത്രം ചർച്ച ചെയ്യണം, ഇത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട എന്ന് പറയാതിരിക്കാൻ എന്തായാലും സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയാവസ്ഥയിൽ ഒരു കാരണവശാലും കഴിയില്ല. ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും വർഗീയ ശക്തികളോടുള്ള നിലപാടുകൾ സംബന്ധിച്ച്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. അങ്ങനെ ഫോക്കസ്ഡ് അല്ലല്ലോ ഒരു ചാനലും. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസമാണ് പിന്നെ അമ്പലപ്പുഴ മത്സരിക്കുന്ന G സുധാകരൻ പറഞ്ഞത്, എനിക്ക് 5000 BJP വോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും അല്ല, അതുകൂടി പറഞ്ഞോളേ. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരുടെ 5000 വോട്ട് കിട്ടും. അദ്ദേഹം അതിന് വിശദീകരണവും പറഞ്ഞിട്ടുണ്ട്. BJPക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാം RSSകാരൊന്നും അല്ല. അത് എല്ലാ സ്ഥലത്തും നമുക്കറിയാം. വോട്ട് ചെയ്യുന്ന RSSകാരും ഹിന്ദു വർഗീയവാദികളും അങ്ങനെയുള്ള ആളുകളാണെന്ന് മാത്രം കരുതാനൊന്നും കരുതല്ല. ഒരുപാട് പേർ അല്ലാതെയൊക്കെ വോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം നിലപാടുകാരൊക്കെ ഒരുപാട് പേരുണ്ട്. അതിപ്പോ ഏത് സംഘടനയ്ക്കായാലും അങ്ങനെയൊക്കെ SDP വോട്ട് ചെയ്യുന്ന എല്ലാവരും SDP-ക്കാരാവണമെന്നൊന്നുമില്ല. SDP ഈ പഞ്ചായത്തിലൊക്കെ മത്സരിച്ചത് പലരും സ്വതന്ത്രന്മാരായി ഇതര മതസ്ഥരും എന്നൊക്കെ പറയാം, SDP പ്രദാനം ചെയ്യുന്ന മതത്തിൽ നിന്ന് പുറത്തുനിന്നൊക്കെ ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വോട്ട് പലതരത്തിലും വരും. അതും ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്തെങ്കിലും പ്രൂഫോടെ അവതരിപ്പിക്കണം. ഏതെങ്കിലും SDP-ക്കാരന് സഖ്യം ഉണ്ടാക്കി കേരള കോൺഗ്രസിന് സീറ്റ് കൊടുത്ത പോലെ അങ്ങനെ ആർക്കെങ്കിലും ഇടതുപക്ഷ മുന്നണിയോ CPM സീറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കേരള ചരിത്രത്തിൽ അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ വെറുതെ ആവശ്യമില്ലാതെ സമയം കളയുന്നത്? ഈ ചർച്ച വേസ്റ്റാണ്, കഷ്ടമാണ്. ഞാൻ പറയുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അവരുടെ കുഴപ്പങ്ങൾ ചർച്ച ചെയ്യുക, എന്തെങ്കിലും പോരായ്മയുണ്ട് ചർച്ച ചെയ്യുക. ഈ ജാതിയും മതവും വിട്ടുള്ള കളി ചാനലുകാർ ആദ്യം നിർത്തണം. ചാനലുകാരല്ല ശ്രീകൃഷ്ണൻകുട്ടി. ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് വർഗീയവാദവും ജാതിയും മതവും ഒക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഇടതുപക്ഷക്കാരനായ താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക അത്തരം നിലപാടുകൾ അല്ല ചർച്ച ചെയ്യേണ്ടതെന്ന്? അടിസ്ഥാനപരമായി അത്തരം നിലപാടുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. വികസനം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി വരണമെന്നൊന്നുമില്ല. വികസനമൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഏറിയും കുറഞ്ഞുമൊക്കെ നടക്കും. പക്ഷേ ഈ നിലപാടുകളുടെ കാര്യത്തിൽ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ, എല്ലാവരും സഹോദരന്മാരെ പോലെ നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്ത് മതേതരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അത് ആർക്കാണ് പിടിക്കാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് കേരളം.
കേരളത്തിൽ എവിടെയെങ്കിലും വർഗീയ ശക്തികൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? വംശീയ കലാപം ഉണ്ടാകുന്നുണ്ടോ? അതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനെല്ലാം തടഞ്ഞു നിർത്തുന്നത് CPM നേതൃത്വം കൊടുക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ കേരളം ഭരിക്കുന്നത് കൊണ്ടാ. കേരളത്തിന് പുറത്തേക്ക് പോയി നോക്ക്. ഞാൻ ഇന്ത്യയിൽ മുഴുവൻ പോയിട്ടുള്ള ആളാ. അവിടെ എല്ലാം നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ ആദ്യം ചോദിക്കുന്ന നമ്മുടെ ജാതി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണെന്ന് ചോദിക്കുക. അതൊന്നും കേരളത്തിൽ ഇല്ലാതിരിക്കുന്നത് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് ശ്രീകൃഷ്ണൻകുട്ടി. കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? ഇപ്പൊ ഒരു നഗ്ന സന്യാസി വന്നില്ലേ, രാജീവ് ചന്ദ്രശേഖർ, അയാൾക്ക് സ്വീകരണം കൊടുത്തില്ലേ? അതാ പറഞ്ഞത്, കേരളത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിന് എങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയാലും ന്യൂനപക്ഷ വർഗീയതയാലും അതിനൊക്കെ സാഹചര്യം ഒരുക്കിയതിൽ കേരളത്തിൽ ഇതൊക്കെ തടഞ്ഞു നിർത്തിയെന്നൊക്കെ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതിന് ഇടതുപക്ഷമായാലും UDF ആയാലും രണ്ടുപേർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. നല്ലതിനെ മാത്രം ഏറ്റെടുക്കുക, ചീത്ത ഒന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുന്നതിലും കാര്യമൊന്നുമില്ല. UDF തടഞ്ഞു നിർത്തി എന്നുള്ളത് തെറ്റാണ്. ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ, വംശീയ കലാപങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ UDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നതും അവരവരോട് സന്ധി ചെയ്യുകയും ചെയ്തു കലാപങ്ങൾ ഉണ്ടാക്കിയവരോട്. അതാണ് ചരിത്രം പറയുന്നത്. ഇടതുപക്ഷവും ചരിത്രത്തിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ ചർച്ച ഇനിയും ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, SDPI പോലെ സംഘടനയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാവുന്നില്ല എന്നത് എവിടെയോ ഒരു ചെറിയ വിഷയമുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണ മാത്രം, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. ശ്രീ വിജയനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ SDPIയുടെ വിഷയത്തിൽ? ഇരു മുന്നണികൾക്കും ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയുണ്ടോ? സാറേ, അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. CPM-ഉം BJP-യും തമ്മിൽ പിന്നെ രഹസ്യ ധാരണ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 2 ദിവസത്തിന് മുമ്പ് മുതൽ SDPക്കാര് ഒരു പ്രസ്താവന ഇറക്കുന്നു. ഞങ്ങൾ ഗവൺമെന്റിനെ പുകഴ്ത്തിക്കൊണ്ട് അവർ പറയുന്നു. സത്യത്തിൽ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്ന് ഞാൻ പറയാം സാറേ. ഇത് വിജയൻ അതിനകത്ത് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ അല്ല ശ്രീ വിജയൻ, വിജയൻ ഒരു ഒറ്റ സെക്കൻഡ്. ശ്രീ വിജയൻ ഒരു സെക്കൻഡ്, ഞാൻ അങ്ങനെ താങ്കൾ പറയുന്ന ഒരു രാഷ്ട്രീയ സാധ്യത ഒന്നും ഞാൻ തള്ളിക്കളയുന്നില്ല, അതിനൊക്കെ സാധ്യത ഉണ്ടാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ അല്ലേ, ഈ SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അങ്ങ് പ്രഖ്യാപിച്ചാൽ അവിടെ കൊണ്ട് ഈ അധ്യായം അവസാനിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ സാറേ, SDPക്കാരോട് വോട്ട് ചെയ്യണമെന്ന് ഇടതുപക്ഷ മുന്നണിയോ മുഖ്യമന്ത്രിയോ ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരോ ആരും പറഞ്ഞിട്ടില്ല. SDPക്കാർ പറയുന്നത് ഞങ്ങള് പിന്നെ ഇടതുപക്ഷം വോട്ട് ചെയ്യുമെന്ന് പറയും. അവര് പരസ്യമായി തന്നെ പറഞ്ഞു. ശിവൻകുട്ടി ഞങ്ങളുമായി സംസാരിക്കുകയും കഴിഞ്ഞ വർഷവും സംസാരിച്ച് ഈ തവണയും സംസാരിച്ച് ധാരണയാക്കിയതാണ് പിന്തുണയുടെ കാര്യത്തിൽ. അദ്ദേഹം പിന്തുണ അഭ്യർത്ഥിക്കുകയും അത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ശിവൻകുട്ടിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ ആരുടെയും വോട്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടാണ് അത്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സാറേ, ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നണി അനുസരിച്ച് ചില മുന്നണിക്കാർ കൂടിയാണ് ഇടതുപക്ഷ മുന്നണി എന്ന് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് SDPക്കാരില്ല. അവരവിടെ പുറത്തു വന്നുകൊണ്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുന്നു. അതിനിവിടുത്തെ ഇടതുപക്ഷ പാർട്ടിക്കാരെന്നാ പറയാൻ പറ്റും? ഇപ്പൊ ഇവിടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞ പോലെ കേരളത്തിൽ ഇപ്പം ഒരു വർഗീയ കലാപമോ മറ്റൊരു പ്രശ്നങ്ങളോ കേരളത്തിൽ വർഗീയ കലാപമില്ല എന്ന് കരുതി കേരളത്തിൽ വർഗീയത മറ്റ് എല്ലാ കാലത്തെക്കാളും ആഴത്തിൽ നിൽക്കുന്ന സമയം തന്നെയല്ലേ? അതിന് സംശയമല്ലോ ഉണ്ടോ? എന്റെ മകൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡൽഹിയിൽ ഒരു പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പം അദ്ദേഹത്തോട് അവിടുത്തെ ഒരാൾ ചോദിക്കുക, നിങ്ങളുടെ ജാതി എന്താ? അതൊക്കെ ഞാൻ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സംസ്ഥാനമാണ്, എല്ലാം ആണ്. പക്ഷെ അതേ കേരളത്തിൽ ഇപ്പൊ ഞാൻ വിജയനോട് തന്നെ ചോദിക്കുകയാണ്. ഒരു മിനിറ്റ് ശ്രീ വിജയൻ, താങ്കൾക്ക് തന്നെ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ അറിയാം, കേരളത്തിന്റെ മതേതരമായ ഒരു സമൂഹത്തിലേക്ക് ഏറെയും കുറഞ്ഞും ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും ഒക്കെ വിഷവിത്തുകൾ, വേരുകൾ ആഴ്ന്നിറങ്ങിക്കൊണ്ടേയിരിക്കുകയല്ലേ ഇപ്പോൾ? താങ്കൾ നിഷ്പക്ഷമായി തന്നെ മറുപടി പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുള്ള എന്നാ ചോദിച്ചാൽ, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എന്ന് പറയാം, എല്ലാ പാർട്ടിക്കാർക്കും അറിയാം, ഇടതുപക്ഷ മുന്നണി ഏത് പാർട്ടിക്കാരെന്ന് പറഞ്ഞാലും ശകലം പിന്നെ ന്യൂനതകളുടെ എല്ലാ പാർട്ടിക്കും കൊണ്ട് 100% പോകത്തില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടും ഇടതുപക്ഷ മുന്നണി ഭരിച്ചാൽ അവരുടെ അവകാശങ്ങളും കാര്യങ്ങളും ഈ കൃത്യമായിട്ട് നടക്കും. ഇവിടെ ഒരു വർഗീയ ലഹളയില്ല. ഇപ്പൊ തന്നെ ഈ 10 വർഷം നടക്കുന്നു. രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ SDPI വിഷയത്തെ കാണുന്നത്? സാറേ നമസ്കാരം. എനിക്ക് 1-2 കാര്യം പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരൊന്നും എല്ലാവരും ഈ മതം, ജാതി, അങ്ങനെ വർഗീയത വച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മഹാഭൂരിപക്ഷം പേരും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ന്യൂനപക്ഷമാണ് ഇപ്പോഴും കുറച്ച് മതവും ജാതിയും വെച്ച് ആൾക്കാരുണ്ട്, ചിന്തിക്കുന്നത്. എലമെന്റ്സ് ഉണ്ട്. അത് എല്ലാ സമൂഹത്തിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഈ 2016 അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം കഴിയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു, സോളാർ എന്നൊക്കെ പറഞ്ഞു വന്നു. ആ സമയം വരെ നമ്മുടെ കേരളത്തിൽ, ഭാഗ്യവശാൽ കേരളത്തിൽ മതം അത്ര വലിയ പ്രശ്നമൊന്നും ഇതായിരുന്നു. 2016 ഇലക്ഷൻ നമ്മുടെ പിണറായി വിജയൻ സഖാവ് ജയിച്ചു. അത് കഴിഞ്ഞപ്പോ തൊട്ട് സഖാവിന് മനസ്സിൽ തോന്നലുണ്ടായിരിക്കാം ഈ മൈനോറിറ്റി വോട്ട് നമുക്ക് പൂർണ്ണമായിട്ടും മേടിച്ചെടുക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ മൈനോറിറ്റി വോട്ട് കിട്ടാനുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ശബരിമല ഇഷ്യൂ പോലും ഉണ്ടാക്കിയത് ആയിരിക്കാം. അത് കഴിഞ്ഞു, ഇലക്ഷൻ നടന്നു. അദ്ദേഹം ഇപ്പം നമ്മൾ പറഞ്ഞ കിറ്റ് വിവാദമൊക്കെ പറഞ്ഞെങ്കിലും എന്റെ ബലമായ വിശ്വാസം ശ്രീ രാധാകൃഷ്ണൻ, അതിനകത്ത് താങ്കൾ പറഞ്ഞൊരു ചെറിയ വിഷയം, ശബരിമല വിഷയത്തിൽ അന്നത്തെ കാലത്ത് പുരോഗമനാത്മകമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ അത് ഹിന്ദു മതത്തിലെ മാത്രമല്ല, ക്രിസ്ത്യൻ മതത്തിലെയും മുസ്ലിം മതത്തിലെയും യാഥാസ്ഥിതരായ മനുഷ്യരെല്ലാവരും ഒറ്റ നിലപാടായിരുന്നു. അത് ഇനി ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല, യാഥാസ്ഥികർക്ക് ഒരു നിലപാടാണ് എല്ലാ കാലത്തും ഉള്ളത്. എന്താണോ കാലങ്ങളായുള്ള ആചാരങ്ങൾ, അത് എപ്പോഴും പൗരോഹിത്യത്തിന് അനുകൂലമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചു തന്നെ പോവുക, അതിൽ അതൊരു മാറ്റം വരരുത് എന്നുള്ള നിലപാടാണ്. അക്കാര്യത്തിൽ ന്യൂനപക്ഷത്തെ സന്തോഷിപ്പിക്കാനാണ്. നാളെ പള്ളിയിൽ സ്ത്രീകളെ കയറ്റുന്ന വിഷയം തന്നെ ഉയരില്ലേ എന്നുള്ള ചോദ്യം അടക്കം അവർ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ട്. സാറേ, ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാറ് സമ്മതിക്കണം. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു തീർത്തോട്ടത്. ഞാൻ പറയാൻ ശ്രമിച്ചത്, അന്നങ്ങനെ ഒരു അപ്പീസ്മെന്റ് ഉണ്ടായി. ഏത് രീതിയിലായിരിക്കാം ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രണ്ടാമതൊരു ഭരണം കിട്ടി. പക്ഷെ രണ്ടാമത്തെ ഭരണം കിട്ടിയപ്പം അദ്ദേഹം ആ ചെയ്ത കാര്യം അത്ര കറക്റ്റ് ആണോ എന്ന് അറിയാൻ എല്ലാവർക്കും തോന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം അതിൻ്റെ അകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയായിരുന്നു. അതങ്ങനെ അദ്ദേഹം സമയം അവസാനിക്കുകയാണ്. നമുക്ക് ശ്രീ ശിവദാസൻ ബാലരാമപുരം കൂടി. ശിവദാസൻ ബാലരാമപുരം, താങ്കൾ വേഗത്തിൽ ഒരു പറഞ്ഞു നിർത്തണം. നമസ്കാരം സാർ. നമസ്കാരം. പെട്ടെന്ന് പറഞ്ഞു നിർത്തിക്കാം. സാറേ, ഇവിടെ ഇന്ത്യയിലായാലും ഏത് പാർട്ടിക്കായാലും ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അവസരം ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രവർത്തിക്കാം. SDP എന്നൊരു പാർട്ടി അവർ മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയ പാർട്ടിയോട് കടന്ന് ഈ അനാവശ്യ വാക്കുകൾ കേൾക്കുമ്പോൾ ആ പാർട്ടി പ്രവർത്തകർക്ക് പ്രയാസമാണ്. അവർ ചെയ്യേണ്ട 10-10 5 കാണിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച് വോട്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ പ്രവർത്തിച്ച് മുമ്പോട്ട് വന്നാലേ എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് SDP-യുടെ വോട്ട് വേണ്ട എന്ന് രാഷ്ട്രീയ നേതാക്കൾ പറയാത്തത് എന്തുകൊണ്ടാണെന്നതിനെ സംബന്ധിച്ച്, വോട്ടിന് വേണ്ടിയുള്ള അവരുടെ ചില രഹസ്യ നീക്കങ്ങളാണ് എന്ന് സംബന്ധിച്ചു. അങ്ങനെയല്ല, അത് ഇടതുപക്ഷത്തിൽ നിന്ന് ചില പ്രവർത്തകരൊക്കെ പറഞ്ഞത് വർഗീയ ശക്തികളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, വർഗീയ കലാപങ്ങൾ ഉണ്ടാവാത്തത് ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്താണ് എന്നത് പറഞ്ഞവരും, കോൺഗ്രസിന്റെ അനുഭാവികളായ ആളുകളൊക്കെ കോൺഗ്രസിൽ VD സതീശൻ നേരത്തെ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മുഖ്യമന്ത്രി അത് പറയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു വരും. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ. ഏറ്റവും അവസാനം ശിവദാസന്റെ അഭിപ്രായമാണ് വ്യത്യസ്തം. എന്തിനാണ് ഈ SDP ഇങ്ങനെ നിന്ന് മറ്റവരുടെ ആട്ടുതുപ്പൊക്കെ കേൾക്കുന്നത്? സ്വന്തമായി മത്സരിച്ച് ഞങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ശക്തി കാണിച്ചു കൊടുത്തുകൂടെ? അങ്ങനെ സ്വന്തമായി മത്സരിച്ച കാലത്തൊന്നും അവർക്ക് ഒരിക്കൽ മാത്രമാണ് 1% മേൽ വോട്ട് നേടാൻ തന്നെ കഴിഞ്ഞ നിയമസഭയിലടക്കം 0.4% വോട്ട് നേടാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി അതിനിടയിലുണ്ട്. SDP വലിയതായി ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് ആകെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.